ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു വട്ടയപ്പം ഉണ്ടാക്കാൻ പോകണം. ഞങ്ങൾ ഇത്തിരി ഉള്ളിലോട്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പുരുവണിയല്ല കിട്ടിയത്, വട്ടയരയെന്നാണ് പറയണത്. ഇതാണ്ട ഞങ്ങൾ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, ശർക്കര, നമ്മൾ റേഷൻ കടയിൽ നിന്നുള്ള ഗോതമ്പ് പൊടിയാണ്. ഏത് മാവ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതാ ഗോതമ്പ് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് അടുത്ത കൂരവാണ്, കൂരവ് പൊടി. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 4 മണിക്കുള്ള പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കൂരവ് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് അമൃതം പൊടി. ചിലവരൊന്നും അമൃതം പൊടിയൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർ കഴിക്കൂല. അപ്പോൾ നമുക്ക് കുറച്ച് അമൃതം പൊടി കൂടി ചേർക്കാം. അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ എല്ലാവർക്കും ഹെൽത്തി ആണല്ലോ, പിള്ളേരെല്ലാം വൃത്തിയായി കഴിക്കുകയും ചെയ്യും. നമുക്കിനി കുഴച്ച് കാണിക്കാം. ഒരു ശകലം ലേശം ഉപ്പിടാം. നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കൈ കൊണ്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നമ്മൾ ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്യാൻ പോവുകയാണ്. ശർക്കരയും തേങ്ങയും കൂടി നമ്മൾ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശർക്കരയും തേങ്ങ. നമുക്ക് ഇങ്ങനെ പരത്തേന്ന് വേണ്ട, ഞാൻ ഈ പരുവത്തിലാണ് മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇഡ്ഡലി കൂട്ടം വെച്ച് കൊടുക്കാം. അതെല്ലാം തിളയ്ക്കുമ്പോൾ നമുക്കിത് പരത്തിയെടുക്കാം. ഒരു ഇല എടുക്കാം. ഇത് വട്ടയിലയാണ്. വട്ടയില ഇല്ലാത്തവർക്ക് വാഴയില എടുക്കാം. നമ്മളൊരു കുറച്ച് മാവ് ഇങ്ങനെ എടുക്കുക. നമ്മൾ ഇതിങ്ങനെ പരത്തണം. നമ്മൾ കൈ കൊണ്ടൊന്നും പരത്തി മെനക്കെടേണ്ട ആവശ്യമില്ല. ഇത്തിരി ലൂസായിട്ട് ഇങ്ങനെ കളിക്കുക. നമുക്കിങ്ങനെ നൈസായിട്ട് നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി എടുക്കാൻ പറ്റും. മറ്റേത് ഇങ്ങനെ കൈ കൊണ്ടിട്ട് തേച്ച് പരത്തണ്ടേ. ഇത് പെട്ടെന്ന് 4 മണിക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു സാധനമാണ്. കുറച്ച് മാവ് ഞാൻ എടുക്കുക. ഇതുപോലെ വട്ടത്തിൽ പരത്തുക നൈസായിട്ട്. മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് പരത്തി ആളുകൾ പറയും ഈ ഇലയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. നമുക്കിനി ഒരു ശകലം മിക്സിങ് വയ്ക്കാം. തേങ്ങയും ശർക്കരയും കൂടി ഒരു സൈഡിലോട്ട് ശകലം വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ കൂരവ് പൊടി, ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ ഇത് അമൃതം പൊടിയും കൂടിയാണ്. അപ്പോൾ നമ്മളിത് മടക്കി നമ്മളിതിനെ ജോയിൻ്റ് ചെയ്യണം. ഇതിങ്ങനെ മടക്കി ഇതേപോലെയാണ് മടക്കണം. നമ്മൾ ഇതേപോലെ മടക്കി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാം. എന്നിട്ട് കാണിക്കാം. നമ്മളിത് രണ്ടാമത്തതും വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ മൂന്നാമത്തേത് എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരു സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. ഈ അമൃതം പൊടിയും കൂടി ഇടുന്നത് കൊണ്ട് മാവിൽ നല്ല മധുരം ഉണ്ടാവും ചെറിയ അപ്പോൾ ഈ അമൃതം പൊടിയും കൂരവ് പൊടിയും നമ്മുടെ ഈ ഗോതമ്പിൻ്റെ എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നല്ലൊരു പ്രത്യേക ഒരു ഇതാണ്. നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. 4 മണിക്കൊക്കെ കഴിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താൽ നല്ല അടിപൊളിയാണ്. അവരെല്ലാം കഴിച്ചോളും. നമ്മളിങ്ങനെ മൂന്നാമത് നമുക്കിനിയെല്ലാം ഉണ്ടാക്കിയിട്ട് കാണിക്കാം. നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് പരത്താൻ. കുറച്ച് മാവ് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇതുപോലെ റൗണ്ട് ചെയ്ത് പരത്തി കൊടുത്താൽ മതി. അല്ലാതെ ബലമൊന്നും പ്രയോഗിക്കേണ്ട. പെട്ടെന്നാവും. നിങ്ങൾക്ക് വെറും ഗോതമ്പ് മാവ് മാത്രമാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. കൂരവിൽ വേണമെങ്കിലും മാത്രം ചെയ്യാം. അങ്ങനെ അമൃതം പൊടിയിൽ നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും തനിയെ ചെയ്യാം. പിന്നെ ഇത് 3 കൂടി ആകുമ്പോൾ കുറച്ച് ഹെൽത്തി ആണല്ലോ. കുഞ്ഞുങ്ങൾക്ക് കഴിച്ചാൽ അവർക്ക് ശരീരത്തിനൊക്കെ നല്ലതാണ് എന്ന് വിചാരിച്ച് 4 മണിക്ക് വെറുതെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയി നിൽക്കുകയല്ലേ, അവർ കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് 4 മണിക്ക് ഇപ്പോൾ മഴ ഒക്കെ വരുന്ന സമയം ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കടലൊക്കെ ഇട്ടോ ചായ ഇട്ടോ അതുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് മടക്കി ഇത്രയും വലിയ ഇലയുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട. ഞങ്ങളുടെ ഇത്തിരി ഉൾപ്രദേശത്തോട്ടായതുകൊണ്ട് ഇതുപോലെയുള്ള ശരിക്ക് വട്ട ഇലയൊക്കെ ഞങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വട്ട ഇല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാഴ ഇലയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ച് കൊഴുക്കട്ട പോലെ ഉണ്ടാക്കി പരത്തി അതിനകത്ത് തുറു വെച്ച് വേണമെങ്കിൽ ഇതുണ്ടാക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് വെന്തതിന് ശേഷം കാണാം. നമ്മളിപ്പം എല്ലാം ഇപ്പോൾ ഇതാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി കുട്ടത്തിനകത്താണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതിനകത്തെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് വെന്തതിന് ശേഷം നിങ്ങൾ കാണിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇലയപ്പം നമ്മൾ ഇറക്കി മാറ്റിയിട്ടുണ്ട്. പൊളിച്ച് കാണിക്കാം. ഞങ്ങൾ ഇതേപോലെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് പൊളിച്ചെടുക്കാൻ പോവുകയാണ്. അത്
ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഹലോ, ഞങ്ങളുടെ ഇലയപ്പം ഇവിടെ റെഡിയായി. അത് മുറിച്ച് കാണിക്കാൻ പോവുകയാണ്. നല്ല മയമുള്ളതാണ്, അടിപൊളിയാണ്. കണ്ടല്ലോ, സൂപ്പറാണ്. അതിന് കഴിക്കാൻ പോവുകയാണ്. അടിപൊളിയാണ്, നല്ല സൂപ്പറാണ്, ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഇത് കൂരവും ഗോതമ്പും അതുപോലെ അമൃതം പൊടി എല്ലാം കൂടി ചേർന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോന്ന് വീതം വേണമെങ്കിൽ വെച്ചുണ്ടാക്കാം. ശർക്കരയും തേങ്ങയും മാത്രം വെച്ചുണ്ടാക്കിയാണ്. നല്ല അടിപൊളിയാണ്. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. നല്ല ഹെൽത്തിയാണ്. അവർക്കൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാം. അതുപോലെ കിടന്ന് പരത്തൊന്നും വേണ്ട. ഞാൻ ഉണ്ടാക്കിയ പെട്ടെന്ന് ലൂസായിട്ട് മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇലയിൽ പരത്താൻ പറ്റും. അതാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതാണ്. സൂപ്പറാണ്.